ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് രാവിലെ ഇവാനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവാനിക്ക് രാവിലെ കുടിക്കാൻ മിൽക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി ഒരു കയ്യിൽ ഫോൺ വെച്ച് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അത് പാലെല്ലാം എന്താ നിറഞ്ഞ് കളഞ്ഞു കേട്ടോ. പിന്നെ അതെടുത്ത് തണുപ്പിച്ച് കൊടുത്തു. അപ്പം പാലാണെങ്കിൽ ഇച്ചിരി കുടിച്ചിട്ട് പോകും കേട്ടോ. എന്നും കുടിക്കത്തൊന്നുമില്ല, ഇന്നിപ്പോൾ പാല് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ബൈ. ഓക്കെ, പോയിട്ട് ബൈ. ബ്രഷ് ചെയ്യാതെ പല്ലവി ഗൈസ്, അപ്പോൾ രാവിലെ നമുക്ക് എംടി സ്റ്റൊമക്കിൽ ബീട്രൂട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എംടി സ്റ്റൊമക്കാണ് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ നെല്ലിക്ക എല്ലാം കൂടെ അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിലൊക്കെ ഗൈസ്, ഇത് കണ്ടോ, എന്നെ കാണിച്ചേ. ഇതിൽ പരസ്യം കാണിക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഊരി വരുമെന്ന് പറയും. പക്ഷേ ഇത് ഊരി വരത്തൊന്നുമില്ല കേട്ടോ. ഇത് കഷ്ടമെന്ന് അറിയാം. കണ്ടോ, വളരെ പാടാണ്. ഇത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഊരി വരും. ഗൈസ്, അതിലൊരു ഹാഫ് ലെമണും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലെ എന്നും എംടി സ്റ്റൊമക്കിൽ കുടിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് അടിച്ചു വെച്ചപ്പോൾ ലെമൺ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് രാവിലെ എന്നും ഇതാണ് രണ്ടുപേരും. ഇത് കണ്ടോ, ഇത് നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു എക്സ്ട്രാ ഗ്ലാസ് എപ്പോഴും വരും. നമ്മൾ എന്ത് സൗന്ദര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ഒരു എക്സ്ട്രാ ഗ്ലാസ് അവിടെ നിന്ന് വരും, കുറച്ച് എന്തെങ്കിലും മിച്ചമുള്ളത് ഒഴിക്കാനായിട്ട്. അപ്പം എനിക്ക് ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, പിന്നെ ഗ്ലാമർ ഉറപ്പ് മാത്രം കുടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ചായ വേണ്ട, കാരണം ശനി ഞായറും പുറത്ത് രാവിലെ ഇവാനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടാട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മാത്രം ഞാൻ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം പത്രമൊക്കെ വായിച്ച് ചായയെ കുടിച്ചിട്ടിരിക്കാം. നിങ്ങൾ കരുതി ഞാൻ പത്രം വായിക്കാൻ പോകുകയാണെന്ന്. അങ്ങനെ എന്നും വായിക്കത്തൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കും. അങ്ങനെ എന്നും ഫുള്ളായിട്ട് പത്രം വായിക്കുന്ന ഒരു നല്ല സ്വഭാവം എനിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഏട്ടാ ഇന്നിപ്പോൾ രാവിലെ പോയിട്ട് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ശനി ഞായറും പുറത്തുനിന്ന് ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ നെയ്യപ്പവും ഉണ്ണിയപ്പവും കേക്കൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ. അവിടെ കേക്ക് നെയ്യപ്പം നല്ല ടേസ്റ്റാണ്. ഉള്ളിവടെ അവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. എന്നും ഇതുപോലെ മേടിച്ച് വരും കേട്ടോ. ഞാൻ എന്നും ഡയറ്റ് എടുക്കാമെന്ന് വിചാരിക്കും. ശനി ഞായറും ആകുമ്പോൾ എന്നും രാവിലെ ഇതിങ്ങനെ മേടിച്ചിട്ട് വരും കേട്ടോ. പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങ് കഴിക്കും. ഇത് മിക്ക ദിവസം ഇവിടെ ഇങ്ങനെ കേട്ടോ. എല്ലാ ശനി ഞായറും ഇവാനിക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് ഇത് മേടിച്ചിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മേളിൽ നിന്ന് താഴെ അയൺ ചെയ്യുന്നൊരു ചേട്ടൻ ഉണ്ട് കേട്ടോ. അപ്പം വിളിച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ വന്ന് എടുത്തിട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പഴങ്കഞ്ഞിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പുറത്ത് പോകണം. ഇന്ന് പോർട്ടീസിലൊക്കെ പോകണം, ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കരുതി എന്തായാലും അല്ലെങ്കിൽ പിന്നെ ചോറ് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴങ്കഞ്ഞിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ചൂര മീൻ വറ്റിച്ചതുകൊണ്ട് അത് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വറ്റി വരട്ടെ. വേണ്ടോ, നല്ല കുറുകി വരട്ടെ. പിന്നെ നമ്മുടെ കത്തിരിക്ക പുളിശ്ശേരി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്,
പിന്നെ ഒരു സലാഡുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ചട്ടി റെഡി ആയിരിക്കും. പിന്നെ നമ്മുടെ ചട്ടിയുണ്ട്. പിന്നെ നമ്മുടെ മുളകുണ്ട്. വയ്ക്കാം, ഞാൻ വയ്ക്കാം. ഇന്നത്തെ പഴങ്കഞ്ഞി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ആ തൈരും ആ പുളിശ്ശേരിയും തൈരും എല്ലാം കൂടെ ചേർത്തപ്പോൾ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ ചൂരമീൻ വറ്റിച്ചതാണ് കേട്ടോ. അതും കൂടെ ആയപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ആ മണമുള്ള മുളകൊക്കെ ഇങ്ങനെ ഞവടി ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മാറി നിൽക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം 2 പാത്രത്തിൽ എടുത്ത് ഒന്ന് ഏട്ടനും കൂടെ കേട്ടോ. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്തിട്ട് കുടിക്കാമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കുറച്ച് പ്ലേറ്റ്സും ഒക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പം ഇന്ന് കുക്കിങ് വേറെ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ പോകാം ഷോപ്പിങ്ങിന്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് അവിടേക്കൊന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തപ്പോൾ നമ്മുടെ ലോണ്ട്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ വിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്. ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ വിരിച്ചിട്ട് നമുക്ക് റെഡിയായി പോകാമെന്നാണ്. ഇനിയിപ്പോൾ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ വിശക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് ഒന്നും വേണ്ട. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും റെഡിയായി പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണാം. ലെറ്റ്സ് ഗോ. പ്രോൺസ് റോസ്റ്റ് അത് നല്ലതായിരിക്കും അല്ലേ. ഇത് മാംഗോ കറി, ഇത് പ്രോൺസ് റോസ്റ്റ്. കണ്ടിട്ട് ഇതാണോ ഭംഗി? റോസ്റ്റ് ആയിട്ടിരിക്കും.
അപ്പോൾ ബില്ലിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവാനിക്ക് പേസ്ട്രി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവാനിക്ക് 2 പേസ്ട്രിയും മേടിച്ചു, പിന്നെ നമുക്ക് 2 കോഫിയും ടീയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, സമൂസയൊക്കെ മേടിച്ച് വെളിയിൽ നിന്ന് തന്നെ നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാ സാധനവും കൊണ്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇന്ന് പോത്തീസിൽ 50% ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് പിസ്തയൊക്കെ നമുക്ക് 50% ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.